ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ മിക്സറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മിക്സർ. അപ്പോൾ ആ മിക്സർ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അരക്കപ്പ് വേപ്പില, അരക്കപ്പ് പൊട്ടുകടല, പിന്നെ നമ്മൾ അരക്കപ്പ് വറുത്ത് അരിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യം കുറച്ച് കായം പൊടിയും കൂടെ ആവശ്യമുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് കടലപ്പൊടിയും അരക്കപ്പ് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചേശയായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ സേവനാഴിയിൽ കൂടെ ഇതിൻ്റെ സേവ് തയ്യാറാക്കുമ്പോൾ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അതിനാണ് സ്വല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സേവനാഴി എടുത്തിട്ട് അതിൽ നന്നായിട്ട് എണ്ണയൊക്കെ തടവി കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഈ മാവ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ സേവനാഴിയിൽ മാവ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതിനായിട്ട് ഞാൻ സേവനാഴിയിൽ മാവൊക്കെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ മിക്സറിലിടാനുള്ള ബൂന്തി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കടലപ്പൊടിയും 1 ടീസ്പൂൺ വറുത്ത് അരിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ചേശെ വെള്ളമൊഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തിട്ടുള്ളതാണിത്. ആദ്യമായിട്ട് വെളുത്തുള്ളിയാണ് ഇവിടെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുന്നത്. ആദ്യം തന്നെ വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ വറുത്ത് കോരി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും ഈ വെളിച്ചെണ്ണയിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാവ് ഇതിൽ ചുറ്റിച്ച് വറുത്തെടുക്കുന്ന സമയത്ത് ആ മാവിലേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കും. വെളുത്തുള്ളിക്ക് ശേഷം ഞാൻ നമ്മുടെ വേപ്പിലയാണ് വറുത്തെടുത്തിട്ടുള്ളത്. വേപ്പിലയുടെ പച്ച കളർ മാറുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം പൊട്ടുകടലയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പൊട്ടുകടലയുടെ ആ കളറ് ചേഞ്ച് ആവുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മളത് വറുത്ത് കോരണം. അതുപോലെ തന്നെ കപ്പലണ്ടിയും അത് അധികം കളർ ചേഞ്ച് ആവുന്നതിന് മുൻപ് തന്നെ നമ്മൾ വറുത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ബൂന്തി തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ ഓട്ടയുള്ള ഒരു കയ്യിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും വസ്തു വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹോളിൽ കൂടെ ചെറിയ തുള്ളികളായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഈ മാവ് വീഴുമ്പോഴാണ് ഇത് മിക്സറിൽ കിടക്കുന്ന ഈ ബൂന്തി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ചേശയാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വേവ് ഒന്ന് നോക്കണം. നന്നായിട്ട് ക്രിസ്പി കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു ചെറിയ തീയിലിട്ട് നമ്മൾ ഇതുപോലെ ക്രിസ്പിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടെ നമ്മളിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ബൂന്തിയും കൂടെ വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ സേവനാഴിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നമ്മൾ വെളിച്ചെണ്ണയിൽ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ വേണം നമ്മൾ മാവ് ഇതിലേക്ക് ചുറ്റിച്ചിടാനായിട്ട്. അതുപോലെ തന്നെ മാവ് ഇതിലേക്ക് ചുറ്റിച്ചിടുമ്പോൾ തീ ചെറുതാക്കി വേണം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വരും. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറ് വല്ലാണ്ട് ചേഞ്ചായി കറുത്ത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മിക്സറിനൊരു കളറ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മാവ് വറുത്ത് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ മിക്സർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഈ മാവൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മാവിനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ടൊന്ന് അങ്ങനെ പൊടിഞ്ഞു വരും. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായി മിക്സ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അമർത്തി മിക്സ് ചെയ്യാൻ പാടില്ല, അതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.